ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയശങ്കർ പോയ ശേഷം മാലിനി ദേവികയോട് സോറി പറയാണ്. ഞാൻ കാരണം നിനക്ക് കൂടി വഴക്ക് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ മറ്റുള്ളവർ കൂടി അത് വിശ്വസിക്കണ്ടേ? നമ്മൾ നല്ലവരായിട്ട് മാത്രം കാര്യമില്ലല്ലോ, കാണുന്നവർക്ക് കൂടി അത് ബോധ്യപ്പെടണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാലിനി അങ്ങ് ചോദിക്കുകയാണ്, എന്താ ദേവിക? അപ്പോൾ ഒരു പതർച്ചയോട് കൂടി ദേവിക പറയാണ്, അല്ല, അക്ഷരയെ കണ്ണീര് കുടിപ്പിക്കരുത്, അവര് സങ്കടപ്പെടാൻ ഇടവരരുത്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ദേവികയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവിക പറയണ, ഞാൻ ആരെയും ഉപദേശിക്കാൻ ആളല്ല, നിങ്ങളെ ഉപദേശിക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പും അറിവുമൊക്കെ ഉള്ളവരല്ലേ, നല്ലതും ചീത്തതുമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ. വിവിധം നശിപ്പിച്ച് കളയാൻ പെട്ടെന്ന് സാധിക്കും, പക്ഷേ അത് തിരിച്ചു പിടിക്കാനാണ് സാധിക്കാത്തത് എന്നും പറഞ്ഞ് ദേവിക അങ്ങ് പോവാട്ടോ. അപ്പോൾ നിരഞ്ജൻ ദേവികയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പുച്ഛഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ജീവിതം എന്ത് ജീവിതം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കേട്ടു നിൽക്കുന്നത്. മാലിനിയും നിരഞ്ജനും കൂടി അങ്ങ് പോവുകയാണ്. എല്ലാവരും തെറ്റിദ്ധരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവാൻ കേട്ടോ. പിന്നീട് ചന്ദ്രയാണെങ്കിലോ വിഷ്ണുവെയും കാത്തു നിൽക്കുകയാണ് കോടതിയിൽ. അപ്പോൾ പോലീസുമായിട്ട് വിഷ്ണു പോരുകയാണ് കേട്ടോ. അപ്പോഴാണ് ചന്ദ്ര സന്തോഷത്തോടു കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തായി, ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ആ കിട്ടി, ഇപ്പോൾ മനസ്സിലായില്ലേ, ചന്ദ്ര ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കുമെന്ന് വിഷ്ണുവിന് വിശ്വാസമായില്ലേ? പിന്നെ ഇത്ര തന്നെ വഴുകിയത്, വിഷ്ണുവിനെ പുറത്തിറക്കാൻ വഴുകിയത് എന്തുകൊണ്ടാണെന്നുള്ളത് വിഷ്ണുവിന് അറിയില്ലേ? എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും ജാമ്യം കിട്ടിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ വിഷ്ണു പറയണേ, എത്രയും പെട്ടെന്ന് 5 മണിയാകുമ്പോഴത്തേക്കും ജയിലിലേക്ക് ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് അവിടെ എത്തിയിരിക്കണം, എങ്കിൽ മാത്രമാണ് ഇന്ന് തന്നെ എനിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയൂ. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നാളത്തേക്കാവും. അതുകൊണ്ട് അതിനുള്ള ഇടവരുത്തരുത് ചന്ദ്ര. ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ എത്തിച്ചോളാം എന്ന് പറയട്ടെ. അപ്പോഴാണ് വരുന്നത്. അങ്ങനെ സിദ്ധു കാറിൽ കയറി പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര കാണിച്ചു കൊടുക്കാണ് വിഷ്ണുവിന്, ദാ സിദ്ധു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിദ്ധുവിനെ വിഷ്ണു വിളിക്കുകയാണ്, കൈകൊണ്ട് വിളിക്കുകയാണ്. സാർ, ഹലോ സാർ, ഇവിടേക്കൊന്ന് വരാമോ എന്ന് ചോദിക്കട്ടോ. അങ്ങനെ സിദ്ധു വിഷ്ണുവിൻ്റെയും ചന്ദ്രയുടെയും അടുത്തേക്ക് അങ്ങ് ചെല്ലണം. എന്താ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു വല്ല ജാടയോട് കൂടി പറയാണ്, എങ്ങനെയുണ്ട് എൻ്റെ തിരിച്ചടി? നീയല്ലേ എന്നെ ജയിലിലാക്കിയത്, എന്നിട്ടിപ്പോൾ നിന്നെ കൊണ്ട് തന്നെ ഞാൻ എനിക്ക് ജാമ്യം എടുപ്പിച്ചില്ലേ? അതാണ് ഈ വിഷ്ണുവിൻ്റെ കഴിവ്. അടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞ ഉടനെ സിദ്ധുവിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നിനക്ക് ജാമ്യം എടുത്തത് തന്നെ എൻ്റെ ഭിക്ഷയാണ്. ഇവളെന്ന മാരണം എൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ വേണ്ടി. ഇവളില്ലായിരുന്നെങ്കിൽ, കല്യാണം എന്ന നാടകം കളിച്ച് ഇവൾ എൻ്റെ ഭാര്യ ആയിരുന്നില്ലെങ്കിൽ, നീ ഒരിക്കലും എൻ്റെ ഔദാര്യം കൊണ്ട് പുറത്തിറങ്ങില്ലായിരുന്നു. ചന്ദ്ര പറയണേ, അതിന് വെറുതെ ഒന്നുമല്ലല്ലോ സിദ്ധുവേട്ടൻ ചെയ്തു തന്നത്, സിദ്ധുവേട്ടൻ്റെ ആവശ്യം നടത്തി തന്നില്ലേ? അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇവനെ ഞാൻ പുറത്തിറക്കാൻ സഹായിച്ചത്. ഒന്ന് നീ ഓർത്തോ, ഇപ്പോൾ നിനക്ക് ജാമ്യം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, കേസിന്റെ വിചാരണ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നീ വേറെ വക്കീലിനെ നോക്കേണ്ടി വരും, അല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി വരില്ല. പിന്നെ ആ വക്കീലിന്റെ മിടുക്കിനനുസരിച്ചിരിക്കും ജയവും തോൽവിയും. പിന്നെ നീ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നിന്റെ ഗുരുത്വമില്ലായ്മയുണ്ടല്ലോ, അമ്മയും എടുത്തു തന്ന വക്കീലിനെ നീ പരിഹസിച്ചതിന് നിനക്ക് അന്നായിരിക്കും അതിനുള്ള കൂലിയൊക്കെ കിട്ടാൻ പോകുന്നത്. വിഷ്ണു പറയണ, അതിന് എൻ്റെ വക്കാലത്തൊക്കെ ഞാനും ഇവളും കൂടി നടത്തിക്കോളാം, ഇവളായിരിക്കും അന്ന് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. പിന്നെ ഞാൻ LLB പാസ്സായിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എല്ലാവരെക്കാളും മുന്നിൽ തന്നെയാണ് വാദിക്കാൻ ഉഷാറായിട്ട് നിൽക്കുന്നത്. സിദ്ധു പറയണേ, എന്നിട്ട് എന്താണാവോ ജാമ്യം എടുക്കുന്ന സമയത്ത് നിന്റെ ആ കഴിവ് പുറത്തെടുക്കാതിരുന്നത്? എന്താ, നിനക്ക് പുറത്തെടുക്കാമായിരുന്നില്ലേ? എന്നിട്ട് സ്വയം വാദിച്ച് ജയിക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചതോടുകൂടി ചന്ദ്രയുടെയും വിഷ്ണുവിന്റെയും ഉത്തരം മുട്ടിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാർ വിളിക്കുകയാണ്, സമയമായി, വാ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കാട്ടോ. അങ്ങനെ വിഷ്ണു ചന്ദ്രയോട് എന്നാ ശരി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ സിദ്ധു ചന്ദ്രയോട് പറയണ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്, ഇനി നിന്റെ ഊഴമാണ്, പിരിയാൻ സമയമായി ചന്ദ്രേ, ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി പറഞ്ഞ് സിദ്ധു കാറിൽ കയറിയിട്ട് അങ്ങ് പോവാട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സിദ്ധുവിന്, ആടാ നമുക്ക് നോക്കാം, ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല, ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഒരു ലക്ഷ്യം വെച്ചാണ്, ആ ലക്ഷ്യം നിറവേറ്റാതെ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല, നിന്റെ മരണം അതാണ് എൻ്റെ ലക്ഷ്യം, നീ മരിച്ച ശേഷം നിന്റെ സ്വത്തുക്കളെല്ലാം തന്നെ എനിക്ക് വന്നു ചേരണം, അതാണ് എൻ്റെ ലക്ഷ്യം, അത് നടത്തിയിട്ടാണ് ചന്ദ്രൻ നിന്റെ അടുത്ത് നിന്ന് പോവൂ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്ര നോക്കി നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജനും മാലിനിയും കൂടി പോകുന്ന സമയത്ത് പെട്ടെന്ന് നിരഞ്ജൻ കാറ് നിർത്തുകയാണ്. അപ്പോൾ മാലിനി കാറിൽ നിന്ന് ഇറങ്ങണ, എന്തു പറ്റി നിരഞ്ജ എന്ന് ചോദിക്കുമ്പോൾ, സോറി മാലിനി, ഞാൻ കാരണം നീ എല്ലാവർക്കും മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു, കാരണം സാർ അവിടേക്ക് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, സാറിൻ്റെ മുന്നിലൊക്കെ നീ നാണം കെടേണ്ടി വന്നില്ലേ, ഇതിനെല്ലാം കാരണം ഞാനല്ലേ എന്ന്
ചോദിക്കുമ്പോൾ മാലിനി പറഞ്ഞു, എന്തിനാണ് നിരഞ്ജ എന്നോട് സോറി പറയുന്നത്? നിരഞ്ജൻ അവിടെ നിന്നും എല്ലാവരുടെ മുന്നിൽ വെച്ചും സോറി പറഞ്ഞല്ലോ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തിനാണ് ജയശങ്കർ സാർ ഇത്രയ്ക്ക് പേടിക്കുന്നത്? എന്തിനാണാവോ അയാൾ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? അയാളല്ലേ എൻ്റെ ജീവിതം വിഴുങ്ങിക്കളഞ്ഞത്. എന്നിട്ടിപ്പോൾ നിരഞ്ജനെ ഞാൻ വിഴുങ്ങിക്കളയും എന്നുള്ള ഭാവത്തിലാണല്ലോ ജയശങ്കർ സാർ നിൽക്കുന്നത്. അപ്പോൾ നിരഞ്ജൻ പറയട്ടെ, ചിലപ്പോൾ തോന്നും എനിക്ക് എല്ലാ സത്യവും പറഞ്ഞാലോ എന്ന്. അപ്പോഴാണ് എനിക്ക് അക്ഷരയുടെ മുഖം ഓർമ്മ വരിക. അക്ഷര എന്നെ വെറുക്കണം, എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ സ്വസ്ഥതയുണ്ടാവും. അപ്പോൾ മാലിനി പറയണ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. എന്തിനാണ് നിരഞ്ജൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? നിരഞ്ജൻ ഒരു കാര്യം ചെയ്യുക, 5 മിനിറ്റ് ഒന്ന് ഇവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഒരു കടയിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വരികയാണ്. എന്നിട്ട് നിരഞ്ജൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ, ഇത് ശ്രുതിമോൾക്ക് കൊടുക്കണം, ഞാൻ തന്നതാണെന്നൊന്നും ഒരിക്കലും പറയരുത് എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ നിരഞ്ജനും മാലിനിയും കൂടി അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ മാലിനിയെ ഇറക്കിയ ശേഷം നിരഞ്ജൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അക്ഷര അവിടെ നിൽക്കുമ്പോൾ, നീ ഇവിടെ നിൽക്കുകയാണോ എന്ന് നിരഞ്ജൻ ചോദിക്കാൻ കേട്ടോ. അല്ല, ശ്രുതിമോൾ എവിടെ? ഇത് ശ്രുതിമോൾക്ക് കൊടുക്കണം, ഇത് ശ്രുതിമോൾക്ക് വാങ്ങിയതാണ്, കുറച്ച് സ്വീറ്റ്സ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും അക്ഷര ആ സ്വീറ്റ്സ് എല്ലാം തന്നെ വലിച്ചെറിയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നിങ്ങൾ എന്തിനാണ് ശ്രുതിമോൾക്ക് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നത്? ഇത് നിങ്ങൾ വാങ്ങിയതൊന്നുമല്ലല്ലോ, അവൾ വാങ്ങി തന്നതല്ലേ. അവളോ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? എന്നോട് മറയ്ക്കാനൊന്നും നിൽക്കണ്ട, എനിക്കറിയാം ആരാണ് ഈ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയതെന്ന്. നിങ്ങളിപ്പോൾ സത്യം പറയണം, നിങ്ങൾ വാങ്ങിയതാണോ? അത് പിന്നെ എന്ന് പറയുമ്പോൾ, ഇല്ല, നിങ്ങൾ വാങ്ങിയതല്ല, ഇത് അവൾ വാങ്ങിയതാണ്. അവൾ വാങ്ങിയതൊന്നും തന്നെ എൻ്റെ മോൾക്ക് ആവശ്യമില്ല. അപ്പോൾ നിരഞ്ജൻ പറയണേ, നീ എന്തിനാണ് അക്ഷര ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും പെരുമാറുന്നതും? ഞാൻ മനസമാധാനത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് നീ എന്താ ഇങ്ങനെ ഒന്നും അറിയാതെ സംസാരിക്കുന്നത്? എന്താണെന്നുള്ളത് അറിയാതെയാണ് എന്നോട് സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും. അപ്പോൾ ചില ദേഷ്യത്തിൽ പറയുകയാണ്, എന്ത് മനസമാധാനം? നിങ്ങൾക്ക് അവിടെ കിട്ടാത്ത മനസമാധാനം എന്താണാവോ ഇവിടെ നിന്ന് കിട്ടാനുള്ളത്? ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ എൻ്റെ മുന്നിൽ നന്നായിട്ട് തന്നെ അഭിനയിക്കുകയാണ്, നിങ്ങളിപ്പോൾ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരഞ്ജൻ പറയണ, അക്ഷരെ നീ ഒന്ന് നിർത്ത്. ഇല്ല, നിങ്ങൾ എൻ്റെ സംസാരം നിർത്താനൊന്നും നോക്കണ്ട, ഇത് എൻ്റെ വീടാണ്. അപ്പോൾ നിരഞ്ജൻ പറയണ, അത് ശരി, അപ്പോൾ നിൻ്റെ വീടാണല്ലേ? ഇതുവരെ നീ പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ, ഇപ്പം മുതൽ നിനക്ക് നിൻ്റെ വീട്. ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്, എനിക്ക് മനസ്സിലായി. ഇതുവരെ നമ്മുടെ വീടായിരുന്നു, ഇപ്പോൾ നിൻ്റെ വീട്. ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷര പറയണേ, ഇതിനൊക്കെ കാരണക്കാരൻ ആരാണ്? നിങ്ങളാണ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. അതിനും കാരണക്കാരൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, നിങ്ങളല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത്. മതി, നിർത്തിയേക്ക്. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് കേൾക്കുന്നത്? ഞാനിവിടെ നിന്ന് കേൾക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർത്തോളാം. അപ്പോൾ അക്ഷര പറയണേ, നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അക്ഷരയ്ക്ക് ഒരു പേടിയുമില്ല, നേരിടാനുള്ള മനസ്സ് ഈ അക്ഷരയ്ക്കുണ്ട് എന്ന് പറഞ്ഞ് അക്ഷരയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നിരഞ്ജൻ ഇറങ്ങി പോവുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് കാഞ്ചന വരികയാണ് കേട്ടോ. അപ്പോൾ മോളെ, എന്തിനാണ് നീ നിരഞ്ജനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? ശ്രുതിമോൾക്ക് കൊണ്ടുവന്ന സ്വീറ്റ്സ് എന്തിനാണ് നീ വലിച്ചെറിഞ്ഞത്? വെറുതെ കാര്യമറിയാതെ സംസാരിക്കരുത്. എൻ്റെ ഭർത്താവ് എൻ്റെ മോൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന സ്വീറ്റ്സ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും അത് വലിച്ചെറിയില്ല. മറ്റൊരാൾ വാങ്ങിച്ചു കൊണ്ടുവന്നത് അത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നാലേ ഞാനത് വലിച്ചെറിയുക തന്നെ ചെയ്യും. അതാണ് ഒരു ഉത്തമയായ ഭാര്യ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് വിഷമത്തോടു കൂടിയാണ് അക്ഷര റൂമിലേക്ക് പോകുന്നത്. കാഞ്ചന ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, നിരഞ്ജനും അക്ഷരയും തമ്മിൽ നല്ല വഴക്കായിരുന്നു, ഏട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ ശ്രുതിമോൾക്ക് വേണ്ടി സ്വീറ്റ്സ് കൊണ്ടുവന്നു, അത് അക്ഷര എടുത്ത് വലിച്ചെറിഞ്ഞു. അത് ശരിയല്ല ഏട്ടാ, എന്തിനാണ് ഇങ്ങനെ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്? അപ്പോൾ ജയശങ്കർ പറയാണ്, അക്ഷര ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എവിടെയായിരുന്നു എന്ന് കാഞ്ചനക്ക് അറിയില്ലല്ലോ, ദേവികയുടെ വീട്ടിലായിരുന്നു നിരഞ്ജനും ആ മാലിനിയും. എന്തിനാണ് ദേവികയുടെ വീട്ടിലേക്ക് മാലിനിയും കൊണ്ടുപോയത്? എന്തായാലും അധികമൊന്നും ഇത് മുന്നോട്ട് പോവില്ല, ഇവരെ എല്ലാവരെയും ഞാൻ പിടിച്ചു കെട്ടും. ജയശങ്കർ ആരാണെന്നുള്ളതൊക്കെ ഞാൻ ഇവരെയൊക്കെ അറിയിച്ചു കൊടുക്കും, അല്ലാതെ എൻ്റെ മോള് ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന് കരുതി കാഞ്ചന വെറുതെ എൻ്റെ മോളുടെ മനസ്സിലേക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ കാഞ്ചന, ഇല്ല ഏട്ടാ, ഞാൻ ഈ പ്രശ്നമൊന്ന് അവസാനിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ പോയാൽ കൂടുതൽ പ്രശ്നമാവുകയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ ഈ പറയുന്നത്. ഇല്ല, എനിക്കറിയാം ഇത് എങ്ങനെ ഒതുക്കണം എന്നുള്ളത്, അതിനുള്ള വഴിയൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. പിന്നീട് സിദ്ധു വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛനോടും രംഗനോടും പ്രേമയോടും കൂടി കാര്യം പറയട്ടോ. അപ്പോൾ പ്രേമ ചോദിക്കുകയാണ്, എവിടെയാ ചന്ദ്ര എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിനോടൊപ്പം സെൻട്രൽ ജയിലിലേക്ക് പോയിരിക്കുകയാണ്, അയാൾക്ക് ജാമ്യം കിട്ടിയല്ലോ. അപ്പോൾ രംഗം പറയണ, അത് ശരി, അവന് ജാമ്യം കിട്ടിയല്ലേ, ഇനിയിപ്പോൾ അവളെ കൊണ്ടുള്ള ശല്യം അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രേമ പറയണ, അവൾ ഇങ്ങ് വരട്ടെ, അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രംഗം പറയണ, വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട പ്രേമയെ, കാരണം അവളിനി അധികമൊന്നും ഈ വീട്ടിലുണ്ടാവില്ലല്ലോ, അവളോട് പറഞ്ഞത്
പറഞ്ഞതുപോലെ തന്നെ വിഷ്ണുവിനെ ജാമ്യം കിട്ടി അവൻ പുറത്തിറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ വാക്ക് പറഞ്ഞതുപോലെ സിദ്ധുവുമായിട്ടുള്ള ഡിവോഴ്സ് ബന്ധം വേർപെടുത്തുകയല്ലേ, അതുകൊണ്ട് ആ ശല്യം ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല അവളെങ്ങനെ വെറുതെ അങ്ങ് പോകുമോ, എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം ഒതുക്കില്ലേ? അപ്പോൾ അവളതിന് കല്യാണത്തിന് ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, പിന്നെ എന്ത് നഷ്ടപരിഹാരം കൊടുക്കാനാണ്? രംഗം പറയണേ, എനിക്ക് തോന്നുന്നില്ല അവൾ നഷ്ടപരിഹാരം ചോദിക്കും. അവൾ നല്ലൊരു കച്ചവടക്കാരിയാണ്, അതുകൊണ്ട് എന്തായാലും അവൾ പരിഹാരം ചോദിക്കാതിരിക്കില്ല. അപ്പോൾ സിദ്ധു പറയണേ, നോക്കട്ടെ കോടതിയിൽ വെച്ച് എന്താണ് ഉണ്ടാവുക എന്ന് നോക്കട്ടെ, എന്നിട്ട് അനുസരിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ പ്രേമ പറയണേ, ഇല്ല അവൾ ഒരു നഷ്ടപരിഹാരവും ചോദിക്കില്ല. അവൾ നഷ്ടപരിഹാരം ചോദിച്ചാലുള്ളതൊക്കെ കൊടുക്കാനുള്ള തിരിച്ചടിയൊക്കെ എനിക്കറിയാം, പിന്നെ അവൾ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞ് പ്രേമ അങ്ങ് പോവാട്ടോ. അതോടുകൂടി സിദ്ധുവിനും രംഗനും അച്ഛനും ഒരു സംശയം വരികയാണ്. എന്തോ ചന്ദ്രയെക്കുറിച്ചുള്ള കാര്യം ചേച്ചിക്കറിയാം, അത് എന്ത് രഹസ്യമാണെന്നുള്ളത് ചേച്ചിക്ക് മാത്രമാണ് അറിയൂ. അതുകൊണ്ടാണ് ചന്ദ്ര ഇങ്ങനെ ചേച്ചിയെ പേടിക്കുന്നത്. അതെന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതെ, ചേച്ചിയെ ഒരിക്കലും അവൾ ഇങ്ങനെ പേടിക്കില്ല, എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് സിദ്ധുവും രംഗനും അച്ഛനും കൂടി പറയണം.